ഹലോ ഗായ്സ്, അപ്പോൾ ഞാനത് ഇന്ന് കെട്ടി ഒരുങ്ങി ചേച്ചിയുടെ ചെക്കൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോവുകയാണ് കേട്ടോ. ആദ്യം ഇനി നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോവുകയാണ്. ഈശ്വര, ഇനി എങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പോയ ഡിസ്പ്ലേ ഒന്നാക്കാൻ ക്യാഷ് ഇല്ല. അങ്ങനെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അച്ഛനും അമ്മയും ചെക്കനെ വാങ്ങിയ ഡ്രസ്സ് നോക്കാൻ കേട്ടോ. ചേച്ചിയുടെ കുറച്ച് മേക്കപ്പിൻ്റെ ലഗേജ് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഓട്ടോയിൽ ലഗേജൊക്കെ ആയിട്ട് അച്ഛൻ സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫൈനലി ഞങ്ങൾ ചെക്കൻ്റെ അടുത്ത് എത്തിയിട്ടാ. ചെന്നപ്പോൾ ചെക്കൻ കേക്കൊക്കെ എടുത്ത് വെച്ച് ഞങ്ങളെ കാത്ത് കയറുന്നു കേട്ടോ. നേരം വഴിയെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യാൻ അങ്ങനെ മുട്ടി നിൽക്കുമായിരുന്നു ആള്. പിന്നെ ഞങ്ങൾ അവനെ വെറുതെ മുഷിപ്പിച്ചില്ല. എന്താ പറയ, ഞാൻ അവൻ എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടോ. ആൾ നല്ല ഹാപ്പിയായി. ഇതൊക്കെ ചേച്ചിയുടെ കലാപരിപാടികളാണ് കേട്ടോ. അതേ സൈഡിലൊരു പെട്ടി ഉണ്ടായിരുന്നു, അതിനെ പോലും ആൾ വെറുതെ വിട്ടില്ല. കഴിവേറിയിട്ട് തന്നെയാണ്. ഞാനാണെങ്കിൽ കഴിവേറിയും പോയി. ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ രാജാ രവിവർമ്മയുടെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ള് ഗ്രീനറി ആയിരുന്നു, നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു. പ്ലാന്റൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ചെക്കനുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവന് വെറുതെ ഓരോ ഗോഷ്ഠികളൊക്കെ കാട്ടി. ഞങ്ങൾ എപ്പോഴും ഭയങ്കര ഫൈറ്റിംഗ് പാർട്ട്നേഴ്സാണ്. അവനെ ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കുകയാണ്. ആൾ വെയിറ്റ് ചെയ്ത നിമിഷം വന്നിരിക്കുന്നു ഗേൾസ്. അങ്ങനെ അവൻ കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ അവൻ ആ ബിയർ ഇങ്ങനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ അതിലേക്ക് തന്നെയായിരുന്നു നോക്കി. അവനത് കൈ കെട്ടാനിട്ട് ഇങ്ങനെ അങ്ങനെ ചേച്ചി അവന് സെറ്റ് ചെയ്യാണ് ടേബിൾ മേലെ കേട്ടോ. എവിടെ നിന്ന് കട്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അവൾ ചോദിക്കുന്നത് അപ്പുറത്ത് കട്ട് ചെയ്ത് ആ ഫോട്ടോ കുറച്ചും കൂടെ കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചിയുടെ അവിടുത്തെ അച്ഛൻ, അമ്മ, അതുപോലെ ഏട്ടൻ, വലിയച്ഛൻ, വലിയമ്മ, ചെറിയമ്മ ഇവരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് ഞാനും അച്ഛനും അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് അവൻ്റെ വായിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളൊരു മടിയില്ലാതെ നല്ലോണം അടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് എന്ന് പറയുന്നത്. കേക്കിലുണ്ടായിരുന്ന ടെഡി ബിയറിന് കുറേ നേരമായിട്ട് ആൾ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കൈക്കലാക്കി അവനത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ ഇത്രയാണ് വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.